മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ പേപ്പൽ ഇൻഫാലിബിലിറ്റി? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് യാതൊരു രീതിയിലുള്ള തെറ്റും പറ്റില്ലെന്നോ അദ്ദേഹം ഒരു പാപവും ചെയ്യില്ല എന്നോ സഭ ഒരിക്കലും ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. മാർപ്പാപ്പയും ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിനും തെറ്റുകൾ സംഭവിക്കാം. അതുകൊണ്ടാണ് മറ്റേതൊരു കത്തോലിക്കനെയും പോലെ അദ്ദേഹവും കുമ്പസാരിക്കുന്നത്. ചരിത്രത്തിൽ ചില മോശം മാർപ്പാപ്പമാരുണ്ടായിട്ടുണ്ട്. അവരിൽ പലരും നരകത്തിൽ പോകാനുള്ള സാധ്യത വരെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംപെക്കബിലിറ്റി അല്ല ഇൻഫാലിബിലിറ്റി. ഇൻഫാലിബിലിറ്റി അല്ലെങ്കിൽ അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കില്ല എന്നല്ല. അദ്ദേഹം പറയുന്നതെല്ലാം അപ്പടി ശരിയാണെന്നും അതിനർത്ഥമില്ല. മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്നാൽ സഭ മുഴുവനും വിശ്വസിക്കേണ്ട വിശ്വാസപരമോ ധാർമ്മികമോ ആയ ഒരു പ്രബോധനം ഔദ്യോഗികമായി വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തെറ്റുകൾ കടന്നുകൂടാതെ ദൈവം സംരക്ഷിക്കുന്നു എന്നാണ്. പെട്ടെന്ന് മനസ്സിലാക്കേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. ഈ ഇൻഫാലിബിലിറ്റി, പേപ്പൽ ഇൻഫാലിബിലിറ്റി എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധി അന്തിമമാണ് എന്ന് പറയുന്നത് പോലെയാണ്. അതായത് വിശ്വാസപരമോ ധാർമ്മികമോ ആയ കാര്യങ്ങളിൽ മാർപ്പാപ്പ ഒരു ഔദ്യോഗിക തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അന്തിമമാണ്, അതിൽ തെറ്റുകൾ സംഭവിക്കില്ല എന്ന് മാത്രമാണ് ഇതിനർത്ഥം. എന്നാൽ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴോ ഏതെങ്കിലും പുസ്തകം ഒക്കെ എഴുതുമ്പോഴോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ കോടതി വിധിയല്ല, അന്തിമവുമല്ല. പക്ഷേ അദ്ദേഹം തൻ്റെ ഒഫീഷ്യൽ ചെയറിലിരുന്നു കൊണ്ട് കോടതി മുറിയിൽ നിന്ന് നടത്തുന്ന വിധി പ്രസ്താവം അങ്ങനെയല്ല, അത് അന്തിമമാണ്. അങ്ങനെ തന്നെയാണ് മാർപ്പാപ്പയുടെ കാര്യവും. അദ്ദേഹം എക്സ് കത്തീഡ്ര ആയി സംസാരിക്കുമ്പോഴാണ് ഈ അപ്രമാദിത്വം ബാധകമായിട്ടുള്ളത്. ഈ എക്സ് കത്തീഡ്ര എന്ന് പറഞ്ഞാൽ ഫ്രം ദ ചെയർ എന്നാണ് അർത്ഥം. അതായത് കസേരയിൽ നിന്നും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും ഔദ്യോഗികമായി സംസാരിക്കുമ്പോൾ മാത്രമാണ് ഈ തെറ്റാവരം ബാധകമായിട്ടുള്ളത്. കത്തീഡ്രൽ പള്ളി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പള്ളീനെ നമ്മൾ കത്തീഡ്രൽ പള്ളി എന്ന് വിളിക്കുന്നത് അവിടെ ഒരു കത്തീഡ്ര അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ ചെയർ ഉള്ളതുകൊണ്ടാണ്. അത് ബിഷപ്പിൻ്റെ പള്ളിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, എല്ലാ ക്രിസ്ത്യാനികളുടെയും ഇടയൻ എന്ന നിലയിൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും വിശ്വാസത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ ഔദ്യോഗികമായി പ്രബോധനങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അതിൽ തെറ്റുകൾ വരാതെ പരിശുദ്ധാത്മാവ് മാർപ്പാപ്പയെ സഹായിക്കുന്നു എന്നാണ്. ഒരു സുപ്രീം കോടതി ജഡ്ജി തൻ്റെ കസേരയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വിധി എപ്രകാരം അന്തിമമായിരിക്കുമോ അതുപോലെ തന്നെ മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക സിംഹാസനത്തിൽ നിന്നും കത്തീഡ്രയിൽ നിന്നും വരുന്ന ഇത്തരം പഠനങ്ങളും അന്തിമമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് കോടതിയെ സമീപിക്കുന്നത്? ഏതെങ്കിലും വിഷയത്തിൽ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകുമ്പോൾ അല്ലേ? ബൈബിളിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഒക്കെ വിശ്വാസമെങ്കിലും ബൈബിൾ വ്യാഖ്യാനിക്കുന്ന കാര്യത്തിലോ വിശ്വാസപരമായ വിഷയങ്ങളിലോ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് സഭയാണ്. പൊതുവെ മാർപ്പാപ്പ സഹമത്രാന്മാരോട് ചേർന്നിട്ടാണ് അല്ലെങ്കിൽ സിനഡ് വിളിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. എന്നാൽ സഭയുടെ പരമാധികാരി എന്ന നിലയിൽ മാർപ്പാപ്പയ്ക്ക് ഒറ്റയ്ക്കും ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാവുന്നതാണ്. വിശ്വാസപരവും ധാർമ്മികവുമായ കാര്യങ്ങളിൽ അദ്ദേഹം ഇത്തരത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന നിലപാടുകൾ അന്തിമമാണ്. ഇതാണ് ഇൻഫാലിബിലിറ്റി അല്ലെങ്കിൽ അപ്രമാദിത്വം. മാർപ്പാപ്പ പത്രക്കാരോടോ പൊതുവായ പ്രസംഗങ്ങളിലോ ഒക്കെ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഈ അപ്രമാദിത്വം ബാധകമല്ല. പക്ഷേ അതിനൊക്കെ അതിൻ്റെതായ ഗൗരവമുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒരു പുസ്തകം എഴുതുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റിൽ പ്രസംഗിക്കുന്നു എന്ന് കരുതുക. അതിനൊക്കെ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. പക്ഷേ ഇത് അദ്ദേഹം കോടതി മുറിയിൽ നടത്തുന്ന ഒരു വിധി പ്രസ്താവത്തിന് തുല്യമല്ല ഒരിക്കലും. മാത്രമല്ല അവിടെ പറയുന്ന കാര്യങ്ങളോട് ആർക്ക് വേണമെങ്കിലും വിയോജിക്കാം. സമാനമായ രീതിയിൽ ധാർമ്മികമോ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങളിൽ പൊതുസമൂഹത്തിൽ വലിയ വിലയുണ്ട്. നമ്മുടെ ആത്മീയ പിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ ആധികാരികതയുണ്ട്. എങ്കിലും എക്സ് കത്തീഡ്ര സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലാത്ത ഇത്തരം സാധാരണ പ്രസ്താവനകൾക്ക് ഇൻഫാലിബിലിറ്റി ബാധകമല്ല.